ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സാന്റോസ് അത്ലറ്റിക്കോ മിനേറോയെ പരാജയപ്പെടുത്തിയത്. പക്ഷേ അവർക്ക് നിരാശ നൽകിയ കാര്യം നെയ്മർ ജൂനിയറുടെ പരിക്കാണ്. മത്സരത്തിൻ്റെ ആദ്യ അരമണിക്കൂറിന് ശേഷമാണ് നെയ്മറെ പരിക്ക് അലട്ടിയത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം പരിശീലകൻ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. കരഞ്ഞുകൊണ്ടാണ് നെയ്മർ കളിക്കളത്തിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ളത്. ഏതായാലും നെയ്മർക്ക് പരിക്കേറ്റ വിഷയത്തിൽ ഇപ്പോൾ ബ്രസീലിയൻ ആരാധകരിൽ നിന്നും നെയ്മർ ആരാധകരിൽ നിന്നും വിമർശനങ്ങൾ സാന്റോസിന് ലഭിക്കുന്നുണ്ട്. അതായത് സാന്റോസ് നെയ്മറെ അലക്ഷ്യമായാണ് പരിചരിക്കുന്നത്, അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ വേണ്ടി പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ ധൃതി പിടിപ്പിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ചില പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊന്നിങ്ങനെയാണ്: മുൻപ് ഉണ്ടായിരുന്ന അതേ ഇഞ്ചുറി തന്നെയാണ് നെയ്മർക്ക് ഇത്തവണയും വില്ലനായിട്ടുള്ളത്. നെയ്മറെ ധൃതി പിടിച്ച് കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നത് സാന്റോസ് ആണ്. പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ നെയ്മർക്ക് കുറച്ചുകൂടി സമയം അവർ നൽകണമായിരുന്നു. മറ്റൊന്നിങ്ങനെയാണ്: സാന്റോസിന്റെ സ്ട്രക്ചർ അത് വളരെ മോശമാണ്. ഒരു തേർഡ് ഡിവിഷൻ ക്ലബ്ബ് പോലെയാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മികച്ച മെഡിക്കൽ ടീമോ പരിശീലന സൗകര്യങ്ങളോ അവർക്കില്ല. അത് നെയ്മറുടെ കരിയറിനെ ബാധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നെയ്മർ എത്രയും പെട്ടെന്ന് ഈ ക്ലബ്ബിൽ നിന്നും പുറത്ത് കടക്കേണ്ടതുണ്ട്. മറ്റേതെങ്കിലും മികച്ച ക്ലബ്ബിലേക്ക് പോവാൻ നെയ്മർ ശ്രമിക്കണം. സാന്റോസ് തന്നെ നെയ്മറുടെ കരിയറിനെ ഇപ്പോൾ നശിപ്പിക്കുകയാണ്. ഇതാണ് നെയ്മറുടെ ഒരു ആരാധകരുടെ അക്കൗണ്ടുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ബ്രസീലിയൻ ആരാധകരുടെ അക്കൗണ്ടുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ. 5 മാസത്തെ കോൺട്രാക്റ്റ് മാത്രമാണ് നെയ്മർക്ക് സാന്റോസുമായി ഉള്ളത്. ഇങ്ങനെ നിരന്തരം പരിക്ക് അലട്ടിക്കഴിഞ്ഞാൽ നെയ്മറുടെ യൂറോപ്പിലേക്കുള്ള തിരിച്ചുവരവിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.